ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റേത് എന്ന തരത്തിൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് പരാതി. വിദേശത്തുള്ള വള്ളികുന്നം സ്വദേശിയുടെ നമ്പറിൽ നിന്നാണ് വീഡിയോ എത്തിയത്. യുവതിയുടെ സുഹൃത്തുക്കൾക്കുൾപ്പെടെ വീഡിയോ അയച്ചെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലുള്ളത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? നെടുവലക്ഷണി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവാണ് നിലവിൽ സൈബർ ആക്രമണത്തിന് താൻ ഇരയായി എന്ന രീതിയിലുള്ള പരാതി ഇന്നലെ വൈകിട്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് കൈമാറിയിട്ടുള്ളത്. ഈ പരാതിയുടെ ആധാരം ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് മീനു സജീവിന്റെ ഫോണിലേക്ക് ഗൾഫ് നമ്പറിൽ നിന്ന് ഒരു അശ്ലീല വീഡിയോ ലഭിച്ചിരുന്നു. ആ വീഡിയോയും ഒപ്പം തന്നെ കമന്റും ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ തുടർന്ന് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും മറ്റു സൈബർ ഇടങ്ങളിലും ഈ വീഡിയോ പ്രചരിക്കുന്നതായി മനസ്സിലായി. അതായത് ഈ വിദേശത്തുള്ള ആളുടെ ഫോൺ നമ്പർ അതൊരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരാളുടെ പേരിലാണെങ്കിലും അയാൾ വിദേശത്തുള്ള ആൾ വള്ളികുന്നം സ്വദേശിയാണ്. ഇയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് കൂടി ഇയാൾ ഈ വീഡിയോ അയച്ച് ഭാര്യ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഇത്തരത്തിൽ തന്റേതല്ലാത്തൊരു വീഡിയോ തന്റേതാണെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നെന്ന് മനസ്സിലാക്കിയാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി പരാതി കൈമാറിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലാണ് ഈ രീതിയിൽ പരാതി കൊടുത്തിട്ടുള്ളത്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലായിട്ടുള്ള അരിത ബാബുവിനെതിരെയും ഈ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അന്നും കായംകുളം പോലീസ് അതിൽ അരിത ബാബുവിന്റെ പരാതിയിൽ കേസെടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശരി, പരാതി നൽകിയ വനിതയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. എൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ ഒരു വിദേശ നമ്പറിൽ നിന്നും എൻ്റെ വാട്സപ്പിലേക്ക് വരികയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും ആ വിദേശ നമ്പറിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നിട്ടും സൈബർ ഇടങ്ങളിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും നാളുകളിൽ ഞാൻ അടക്കമുള്ള ഒരു സ്ത്രീകൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയിരിക്കുന്നത്. മാഡം എനിക്ക് അതിന് എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു.